എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുണ്ട് ഒരു മരത്തെ മുന്തിരിങ്ങ കാഴ്ച നിൽക്കുന്നത്. ഇതാണ് വീണ്ടും ഒരെണ്ണം കൂടെ. സാധാരണ മുന്തിരി വള്ളിയിലാണല്ലോ കായ്ക്കുന്നത്. ഇതുണ്ട്, ഇതിപ്പോൾ ഒരു മരത്തിലാണ് ഈ മുന്തിരിങ്ങ കാഴ്ച നിൽക്കുന്നത്. ഇത് ഇവിടെ ഒട്ടിച്ചു വെച്ചതൊന്നുമല്ല കേട്ടോ, ഇത് ശരിക്കും മുന്തിരിങ്ങ കാഴ്ച നിൽക്കുന്നതാണ്. ഇതിൻ്റെ പേരാണ് ജബോട്ടിക്കാവ അഥവാ മരമുന്തിരി. ഇനി അതുമല്ലെങ്കിൽ ബ്രസീലിയൻ ഗ്രേപ്സ് എന്ന് ഇത് പറയപ്പെടും. സാധാരണ ബ്രസീലിലാണ് ഈ മരം കാണാറുള്ളത്. ഇതിപ്പം ബ്രസീലല്ല കേട്ടോ, ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഈ മരം കായ്ച്ചു നൽകുന്നത്. ഇത് ഞാൻ പാണ്ടിക്കാട്ടിലൊരു നേഴ്സറിയിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അന്ന് 1400 രൂപ കൊടുത്ത് മേടിച്ചാണ് ഒരു തൈ. ഇതൊക്കെ ആദ്യം വളരെ ചെറിയ തൈകളായിരുന്നു, ഏതാണ്ട് ഒരടി വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ കൂടെ അടക്കം. പിന്നീട് അത് വളർന്ന് വലുതായതിന് ശേഷം, കുറച്ചുകൂടി വളർന്നതിന് ശേഷം ഞാനിത് ട്രമ്മിലേക്ക് മാറ്റി അടിയിൽ ഓട് കഷ്ണം പൊട്ടിച്ചിട്ടു, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി. പിന്നീട് കരിയിലേക്ക് ഇട്ട് അതിന് ശേഷം ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടി മിക്സാക്കി ട്രമ്മ് നിറച്ചു ഈ തൈ വെച്ചു. അങ്ങനെ ഈ തൈ വളർന്ന് വലുതായി. ഇപ്പോൾ പൂവിട്ട് കായും പിടിച്ചു. കഴിഞ്ഞ വർഷം കായുണ്ടായി, ഒരു തൈയിൽ റെഡ് ഹൈബ്രിഡ് കായ്ച്ചു. ഇപ്പം വീണ്ടും അതിനങ്ങനെ സീസണൊന്നുമില്ല, മിക്ക സമയത്തും ഇതെല്ലാം കായുണ്ടാവും. ഇതിപ്പം ഇഷ്ടം പോലെ കായുണ്ടായിരുന്നു, അത് കുറേ നമ്മൾ പറിച്ച് കഴിച്ചതാണ്. ഇനിയിപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം 1-2 കായ്കൾ ഇതേ നിർത്തിയിരുന്നതാണ്. അപ്പം നമ്മുടെ റെഡ് ഹൈബ്രിഡും പ്രിക്കോസിയും കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കാർലറ്റിൽ പൂ വന്നിട്ടുണ്ട്. ചാണകവെള്ളത്തിൻ്റെ തെളി ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് വളരുന്ന കാണാം. ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി എപ്പോഴും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ഈ മുന്തിരിങ്ങ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വില 500 രൂപയിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ടാകും നേഴ്സറികളിൽ. എല്ലാ നേഴ്സറികളിലും സാധാരണമായിട്ട് ഇപ്പം ലഭ്യമായിട്ടുണ്ട് ഇതിൻ്റെ തൈകൾ. മേടിക്കുമ്പം റെഡ് ഹൈബ്രിഡ്, പ്രിക്കോസി, അതായത് സ്കാർലറ്റ് എന്നീ ഇനങ്ങൾ മാത്രമേ നിങ്ങൾ മേടിക്കാവൂ. മറ്റുള്ള ഇനങ്ങൾ ഇവിടെ കായ്ക്കുവാൻ നമ്മുടെ കേരള കാലാവസ്ഥയ്ക്ക് യോജിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ 3 ഐറ്റവും ഇവിടെ സാധാരണയായി കായ്ക്കാറുണ്ട്. മരം പ്രായമാകുന്നതനുസരിച്ച് ഇതേ കണ്ടില്ലേ, ഇതേപോലെ തിങ്ങി നിറഞ്ഞ് കായ്ക്കും. നമുക്ക് തടി പോലും കാണാൻ പറ്റില്ല. ഈ ഫ്രൂട്ടിനകത്ത് 1-2 ചെറിയ സീഡ്സ് ഉണ്ടാവും. ഈ സീഡ്സ് മുളപ്പിച്ചാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ചെറിയ സീഡുകളാണ്. മുന്തിരിങ്ങയ്ക്കകത്തെ സീഡിനേക്കാളും ഒരു അല്പം കൂടി വലിപ്പം ഉണ്ടാവും എന്നത് മാത്രം. ഇതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് ഒരു വെളുത്ത കളറാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഈ ഫ്രൂട്ട് നമുക്കെല്ലാവർക്കും വെച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ ഓരോ ശിഖരത്തിലും തടിയിലും ഒക്കെ ഫ്രൂട്ട്സ് ഉണ്ടാകും. ഇതുണ്ടോ, ഇതുപോലെ തിങ്ങി നിറഞ്ഞ് എല്ലാ കമ്പുകളിലും നിറയെ ഉണ്ടാകും. ഇതിന് തടിയുടെ ചൂട് മുതൽ അതിൻ്റെ മുകൾ വശം വരെ പുഷ്പിച്ച് ഫ്രൂട്ട്സ് ഉണ്ടാകും, നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാകും. അത് പഴുത്ത് കഴിയുമ്പം നമുക്ക് ഏകദേശം 1 മാസം കൊണ്ട് ഇത് പഴുത്ത് ഇതിൻ്റെ വളർച്ച പൂർണ്ണമാവും. ഇത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതുണ്ടല്ലേ ഇതിൻ്റെ ഏരത്തിൻ്റെ അടയ്ക്കുണ്ടായി നിൽക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. മറ്റുള്ള ഫ്രൂട്ടുകളെക്കാളും അപേക്ഷിച്ച് നമുക്ക് മുന്തിരിയൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ശിഖരങ്ങൾ കോതി വിട്ടാൽ മാത്രമേ അത് പുതിയ നാമ്പ് വന്നിട്ട് അതിൽ പുഷ്പിച്ച് കായുണ്ടാവുള്ളൂ. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ ഒന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മാത്രം മതി. ചൂട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സമയത്തും കായ്ക്കുകയും പുഷ്പിക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ വീടുകളിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. പ്രത്യേകിച്ച് പരിചരണം ഒന്നും ആവശ്യമില്ല. ദീർഘനാൾ നിലനിൽക്കുന്ന ഈ മരം നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം വെച്ച് പിടിപ്പിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, മറക്കരുത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.